ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയയാതന കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. തൻ്റെ ഐഹിക ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിച്ചു എന്നാ. എങ്ങനെയല്ല, വെറുതെ അല്ല, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചെന്ന. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും കണ്ണുനീരോടെ പ്രാർത്ഥിക്കണ്ടേ? എപ്പോഴും പ്രാർത്ഥിക്കണ്ടേ? നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തോട് ഓരോ ഡിമാൻഡ് വയ്ക്കുകയാണ്. തരണം തരണം തരണം, 1 by 1. ഇതെല്ലാം കേട്ട് ദൈവം എന്ത് മുഷിഞ്ഞെന്നറിയാമോ? ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത് അധരത്തിൻ്റെ വ്യായാമവും ഒന്നുമല്ല. ഹൃദയത്തിൽ നിന്ന് ആശയങ്ങൾ ദിവസം പകരുകയാണ്. ഹന്നാ ദൈവം പ്രാർത്ഥിച്ചതുപോലെ ഞാൻ എൻ്റെ ഹൃദയം ദൈവത്തിൽ പകരുകയായിരുന്നെന്നാണ് പുരോഹിതനോട് പറഞ്ഞത്. ഓർക്കണം, ഇതാണ് പ്രാർത്ഥനയെന്ന് പറയുന്നത്. നമ്മൾ അത്യാവശ്യമുള്ളപ്പോൾ പ്രാർത്ഥിക്കും, അല്ലേ?